ഹരേ കൃഷ്ണ. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യാ ശ്യാമശ്ചതുർഭുജവപുസ്വയമാവിരാസീ നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസി. നമുക്ക് തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ അദിതി ദേവി ഭക്തിപൂർണമായിട്ട് ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് പയോവ്രതം അനുഷ്ഠിച്ചു എന്നുവരെയായിരുന്നു നമ്മൾ കണ്ടത്. ഇനി ഭഗവാൻ ആ അദിതി ദേവിയിൽ കാരുണ്യം ചൊരിഞ്ഞതാണ്, തൻ്റെ ദർശനത്തെ കൊടുത്തതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. തസ്യ ആവധൗ, തസ്യ അവധൗ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തസ്യ ആവധൗ. തസ്യ എന്ന് പറഞ്ഞാൽ ആ, ഇവിടെ ആ വ്രതം, അതായത് 12 ദിവസത്തെ ആ പയോവ്രതം അവധൗ അവസാനിക്കുമ്പോൾ ത്വയി അങ്ങയിൽ നിലീനമതേരമുഷ്യ, ഇവിടെ വലിയൊരു പദമാണ്. ഇവിടെയും നമുക്ക് ഗ്രന്ഥങ്ങളിൽ പാഠഭേദം കാണാം. നിലീനമതേരമുഷ്യാഹ് എന്ന് പറഞ്ഞ് വിസർഗം കൊടുത്ത് ചില ഗ്രന്ഥങ്ങളിൽ നിർത്തിയിട്ടുണ്ടാവും. ചില ഗ്രന്ഥങ്ങളിൽ നിലീനമതേരമുഷ്യാ ശ്യാമശ്ചതുർഭുജവപുസ്വയമാവിരാസി, അവിടം വരെയും ഒറ്റ ഇതിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് ഇനി നമ്മൾ പദങ്ങൾ മുറിച്ച് അർത്ഥം പറയാം. നിലീനമതേ, നിലീനമതേ എന്ന് പറഞ്ഞാൽ അങ്ങയിൽ തന്നെ അങ്ങനെ മുഴുകിയിരിക്കുക, ലയിച്ചിരിക്കുക, അങ്ങനെയുള്ള അമുഷ്യ അവളുടെ, അതായത് ആ അദിതി ദേവിയുടെ ശ്യാമശ്ചതുർഭുജവപുസ്വയമാവിരാസി, ശ്യാമശ്ചതുർഭുജവപുഹു സ്വയം ആവിരാസി, ഇങ്ങനെ 3 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ശ്യാമ ചതുർഭുജ വപു, ശ്യാമ എന്ന് പറഞ്ഞാൽ നല്ല കാർമേഘത്തിൻ്റെ വർണ്ണത്തോടു കൂടി കഴിഞ്ഞില്ല, ചതുർഭുജ 4 കൈകളോട് കൂടി, വപു ആ രൂപത്തിൽ, അങ്ങനെയുള്ള ഒരു ശരീരത്തോടു കൂടിയ അങ്ങനെ ഒരു രൂപത്തിലാണ് ഭഗവാൻ ആ അദിതി ദേവിയുടെ മുൻപിൽ സ്വയം ആവിരാസി. ഭഗവാൻ തന്നെ സ്വയം ആ മഹാവിഷ്ണു രൂപത്തിൽ തന്നെ ചതുർബാഹുക്കളോട് കൂടിയ കാർവർണ്ണനായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ ആ രൂപത്തിൽ അവിടുന്ന് സ്വയം ആവിരാസി പ്രത്യക്ഷപ്പെട്ടുവല്ലോ. ഭഗവാന്റെ അതിയായ കാരുണ്യം, ഭഗവാൻ ആ ഒരു 12 ദിവസത്തെ കഠിനമായ പയോവ്രതത്തിൽ സന്തുഷ്ടനായിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ സ്വയം ഏതൊരു രൂപത്തിലായിരുന്നു തന്നെ ധ്യാനിച്ചു കൊണ്ടിരുന്നത് ആ അദിതി ദേവി. ചതുർഭുജങ്ങളോട് കൂടിയ ശ്യാമവർണ്ണനായ ആ ഭഗവാനെ ആയിരുന്നു ധ്യാനിച്ചിരുന്നത്. അതേ രൂപത്തിൽ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുവല്ലോ. എന്നിട്ടോ അപ്പോൾ നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം, നമ്രാം ച താമിഹ, താം ഇഹാണ് താമിഹ. നമ്രാം, ഭഗവാനെ അങ്ങോട്ട് മുന്നിൽ കണ്ട അദിതി ദേവി ഈ കഴിഞ്ഞ 12 ദിവസങ്ങളിലായിട്ട് താൻ ഏതൊരു രൂപത്തെയായിരുന്നോ മനസ്സിൽ നന്നായി കണ്ടുകൊണ്ട് ഏതൊരു രൂപത്തിലേക്കായിരുന്നോ മനസ്സിനെ കേന്ദ്രീകരിച്ചിരുന്നത്, ആ രൂപത്തിൽ ഭഗവാൻ മുൻപിൽ വന്നപ്പോൾ നമ്രാം ചതാം ഇഹ, നമ്രാം അങ്ങോട്ട് വീണങ്ങോട്ട് നമസ്കരിച്ചു. എന്നിട്ട് താം ഇഹ എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ പാദങ്ങളിലേക്കാണ് ഈ സമയം ഭഗവാനെ മുൻപിൽ കണ്ട ഉടൻ അദിതി ദേവി വീണ് നമസ്കരിക്കുന്നത്. അപ്പോൾ ഭവത്തനയോ ഭവേയം, ഭവത്തനയഃ ഭവേയം, ഭവത്തനയഃ, ഭവത് തനയഃ, ഞാൻ അല്ലയോ ദേവി ആ വീണ് നമസ്കരിച്ച
അദിതി ദേവിയോട് പറയാണ്, ഞാൻ അവിടുത്തെ തനയഹ പുത്രനായിട്ട് ഭവേയം അവതരിക്കുന്നുണ്ട്, വരുന്നുണ്ട്. അങ്ങയുടെ പുത്രനായിട്ട് ഞാൻ താമസിയാതെ ഞാൻ അവതരിക്കും. ഗോപ്യം മതീക്ഷണം ഇതി. മതീക്ഷണം ഇതി എന്ന് പറഞ്ഞാൽ മതീക്ഷണം ഇതിയാണ്. ഗോപ്യം മത് ഈക്ഷണം. ഗോപ്യം, അതീവ ഗോപ്യമായി തന്നെ. പക്ഷേ ഇത് സൂക്ഷിച്ചു വെക്കണം. എന്ത്? മത ഈക്ഷണം, എന്നെ ഇവിടെ കണ്ട കാര്യം, ഞാൻ അവിടുത്തെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ഒരു അനുഗ്രഹം തന്ന കാര്യം പക്ഷെ അവിടുന്ന് അതീവ രഹസ്യമായി തന്നെ സൂക്ഷിക്കണം. ഇതി പ്രലപന്നയാസി. ഇതി ഇപ്രകാരം പ്രലപൻ അയാസീഹി. പ്രലപൻ പറഞ്ഞിട്ട് ഇപ്രകാരം അരുളി ചെയ്തിട്ട് അയാസീഹി. അല്ലയോ ഭഗവാനെ, അവിടുന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തുവല്ലോ, പോയി മറയുകയും ചെയ്തുവല്ലോ. അപ്പോൾ ആ ദർശനം കൊടുത്തു, അനുഗ്രഹം കൊടുത്തു തൻ്റെ പ്രിയ ഭക്തയായ അദിതി ദേവിക്ക്. അതിനുശേഷം അവിടുന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തുവല്ലോ. ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലയോ ദേവി, ഞാനിവിടെ അവിടത്തേക്ക് ദർശനം തന്ന കാര്യം അത് വളരെ രഹസ്യമായി തന്നെ അവിടുന്ന് സൂക്ഷിക്കണം. അവിടുത്തെ പുത്രനായി ഞാൻ തന്നെ അവതരിക്കുന്നുണ്ട് അവിടുത്തെ സങ്കടം തീർക്കുന്നതിനെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അനുഗ്രഹം കൊടുത്തിട്ട് അവിടെ നിന്നും പോയി മറഞ്ഞു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യാശ്യാമശ്ചതുർഭുജവപുസ്വയമാവിരാസി നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തസ്യ അവധൗ ആണ്, അതുകൊണ്ട് തന്നെ തസ്യ ആവധൗ, അവിടെ അകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നിലീനമതേരമുഷ്യാശ്യാമശ്ചതുർഭുജവപുസ്വയമാവിരാസി. അതത്രയും കഴിയുന്നതും ചേർത്ത് വായിക്കുക. ഇനിയും തുടക്കക്കാർക്ക് അത് ചേർത്ത് വായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിലീനമതേരമുഷ്യാ എന്നെടുത്തുകൊണ്ട് ശ്യാമശ്ചതുർഭുജവപുസ്വയമാവിരാസി എന്ന് വായിക്കാൻ ശ്രമിക്കുക. ഇവിടെ നിലീനമതേ അമുഷ്യ ആണ്, അതുകൊണ്ട് തന്നെ രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത് നമ്മൾ ചേർത്ത വായിക്കുന്നതെങ്കിൽ നിലീനമതേരമുഷ്യ ശ്യാമശ്ചതുർഭുജ, അവിടെ ശ കൂട്ടക്ഷരമാണ്. അപ്പോൾ അല്ല എങ്കിൽ ഒറ്റ ശായേ വരികയുള്ളൂ. അതുകൊണ്ട് നിലീനമതേരമുഷ്യാശ്യാമശ്ചതുർഭുജവപുസ്വയമാവിരാസേ, അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ശ്യാമ ചതുർഭുജ വപു സ്വയം ആവിരാസേ. വാക്കുകൾ നമ്മൾ ചെറിയ ചെറിയ വാക്കുകളായിട്ട് ആദ്യം പഠിച്ചതിന് ശേഷം ചേർത്ത് വായിക്കാമെങ്കിൽ അത് ബുദ്ധിമുട്ട് കൂടാതെ വായിക്കാൻ പറ്റുന്നതാണ്. അവിടെയും സ്വയം ആവിരാസി, അവിടെ സ്വയം ആവിരാസി, അവിടെ മായ്ക്ക് അകാരം നീട്ടിയെടുക്കുക. പിന്നെ നമ്രാം ച താമിഹ, അവിടെ താം ഇഹ ആണ്, അത് ശ്രദ്ധിക്കുക. അതുപോലെ ഭവത്തനയോ, താ കൂട്ടക്ഷരം, അതും ശ്രദ്ധിക്കുക വായിക്കുമ്പം. പിന്നെ ഒന്ന് മതീക്ഷണമിതി, മത ഈക്ഷണം ഇതിയാണ് അവിടെ, അതുകൊണ്ട് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക മതീക്ഷണമിതി. ഇതിത്രയും. പിന്നെ ഒന്ന് രണ്ടിടത്ത് സ്വയമാവിരാസി പ്രലപന്നയാസി, അവിടെ രണ്ടിടത്തും വിസർഗവുമുണ്ട് ദീർഘവുമുണ്ട്. ഈ കാരം നീട്ടിയെടുക്കുകയും വേണം, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുകയും ചെയ്യുക. ഇനി അടുത്ത നമുക്ക് 4-ാമത്തെ ശ്ലോകമാണ്. ഇവിടെ ഭഗവാന്റെ വാമനാവതാരം ആണ് പറയുന്ന ഈ ഒരു ശ്ലോകത്തിൽ. നമുക്ക് നോക്കാം. ത്വം കാശ്യപേ തപസി സന്നിധത്തദാനീം പ്രാപ്തോസി ഗർഭമതിതേ പ്രണുതോ വിധാത്രാം പ്രാസൂത ച പ്രകടവൈഷ്ണവദിവ്യരൂപം സാദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.
ഇത് ഇങ്ങനെ അദിതി ദേവിക്ക് അനുഗ്രഹമൊക്കെ കൊടുത്ത് മറഞ്ഞുപോയ ഭഗവാൻ പിന്നെ എന്താ ചെയ്തത്? ത്വം കാശ്യപേ തപസ്സി സന്നിധത്തദാനേ. ത്വം കാശ്യപേ, ത്വം അവിടുന്ന് കാശ്യപേ, ആ കശ്യപ പ്രജാപതിയുടെ തപസ്സി സന്നിധത്തദാനീം. എങ്ങനെയുള്ള കശ്യപ പ്രജാപതിയാണ്? തപോനിഷ്ഠനായിട്ടുള്ളതാണ്. തപസ്സി എന്നാണ് പറഞ്ഞത്. അതായത് അത്രമാത്രം ഭഗവാനെ അവിടുത്തെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന, സദാ അവിടുത്തെ ആ ഒരു ചിന്തയിൽ മുഴുകിയിരിക്കുന്ന അങ്ങനെയുള്ള ആ കശ്യപ പ്രജാപതിയുടെ സന്നിധത്തദാനീം. സന്നിധത എന്ന് പറഞ്ഞാൽ സന്നിധാനം ചെയ്യുക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിലേക്ക് പ്രവേശിക്കുക. തദാനീം, അപ്പോൾ. ഇവിടെ അദിതി ദേവിക്ക് ആ ഒരു അനുഗ്രഹം കൊടുത്തതിന് ശേഷം ഇനി എന്താ വേണ്ടേ? അദിതി ദേവിയുടെ പുത്രനായിട്ട് പിറക്കണം. അതിനാകട്ടെ ഭഗവാൻ ആ താപസശ്രേഷ്ഠനായിട്ടുള്ള തപസ്വിയായിട്ടുള്ള കശ്യപ പ്രജാപതിയുടെ വീര്യത്തിൽ പ്രവേശിച്ചിരുന്നു. അതിലൂടെ തനിക്ക് ആ അദിതി ദേവിയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് പുത്രനായി അവതരിക്കുന്നതിനായിട്ട്. എന്നിട്ടോ പ്രാപ്തോസി ഗർഭമദിതേ പ്രണുതോ വിധാത്ര. പ്രാപ്തോസി, ഭഗവാന് പ്രാപ്തഃ അസി എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു അല്ലെങ്കിൽ സ്വീകരിച്ചു. എന്ത്? ഗർഭമദിതേ. ഗർഭം അതിഥേ ആണ്. ഗർഭമദിതേ, ആ അദിതി ദേവിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. പ്രണുതോ വിധാത്ര. വിധാത്ര എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. പ്രണുതഃ, അങ്ങയെ നന്നായി പ്രകീർത്തിച്ചു. അങ്ങയുടെ ഓരോ ലീല നോക്കൂ. ഇവിടെ ആ തൻ്റെ ഭക്തരാണ് രണ്ടുപേരും, കശ്യപ പ്രജാപതിയും അദിതി ദേവിയും. അപ്പോൾ അദിതി ദേവിയുടെ സങ്കടത്തെ തീർക്കുന്നതിന് താൻ പുത്രനായി ആവിർഭവിക്കാമെന്ന് വാക്കുകൊടുത്തുവെങ്കിൽ അതിനുള്ള മാർഗവും ഉടനെ തന്നെ കണ്ടു. നേരെ കശ്യപ പ്രജാപതിയുടെ വീര്യത്തിൽ പ്രവേശിച്ചിട്ട് അദിതി ദേവിയുടെ ഗർഭത്തിൽ കയറി. ഇത് കണ്ട ഭഗവാന്റെ ഇങ്ങനെയുള്ള ലീലകൾ കണ്ട ആ ബ്രഹ്മാവ് ഭഗവാനെ നന്നായി പ്രകീർത്തിച്ചു. ഇവിടെ ഭഗവാന് വേണമെങ്കിൽ നേരിട്ട് വന്നിട്ട് ദേവന്മാരെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ ഭക്തർ ഏതൊരു വിധത്തിലാണോ തന്നെ ആശ്രയിക്കുന്നത് അവരെ ആ വിധത്തിൽ പോയി ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ഇവിടെ അദിതി ദേവി ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ് തൻ്റെ പുത്രന്മാരുടെ ദുഃഖം തീർക്കുന്നതിന്. അപ്പോൾ ഭഗവാൻ അതേ വിധത്തിൽ പോയിട്ടാണ് ഇനിയും ആ അദിതി ദേവിയെ അനുഗ്രഹിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഏതു വിധത്തിലാണോ നമ്മൾ ഓരോരുത്തരും ഭഗവാനെ ആശ്രയിക്കുന്നത് ആ വിധത്തിൽ ഭഗവാൻ നമ്മളെയൊക്കെ വന്നിട്ട് അനുഗ്രഹിക്കുന്നതാണ്. കാരണം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭക്തനാണ് ഭഗവാന് ഏറ്റവും വലുത്. ഒരു പക്ഷേ നമ്മളൊക്കെ നമ്മളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെങ്കിൽ ഭഗവാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തന്നെയല്ല തൻ്റെ ഭക്തനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭക്തൻ എന്തൊരാവശ്യത്തിനാണോ തന്നെ ആശ്രയിക്കുന്നത്, ഏതൊരു തരത്തിലാണോ, ഒന്നേ വേണ്ടു എന്തേ വേണ്ടു, ഭക്തിപൂർണമായിട്ട് ഭഗവാനെ ആശ്രയിക്കണം. അങ്ങനെ ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കുവാൻ കഴിഞ്ഞാൽ ഭഗവാൻ തൻ്റെ ഭക്തൻ്റെ അടുത്ത് ഓടിയെത്തുകയായി. എന്തിനു വേണ്ടിയിട്ടാണോ അവർ ഇപ്പോൾ ദാഹിക്കുന്നത് ആ ദാഹജലം, ആ സഹായം തന്നെ ചെയ്ത് ആ അനുഗ്രഹം തന്നെ കൊടുത്ത് ഭക്തനെ തന്നോട് ചേർക്കണം, അനുഗ്രഹിക്കണം എന്നുള്ള ഒരു ഭാവമാണ് ഭഗവാൻ എപ്പോഴും. ഇവിടെയും ആ അദിതി ദേവിയുടെ ഗർഭത്തിൽ ഇങ്ങനെയൊരു ലീല കാണിച്ച് ഭഗവാൻ കടന്നു കയറിയപ്പോൾ ബ്രഹ്മാവ് നന്നായി പ്രകീർത്തിച്ചു. പ്രാസൂതച പ്രകട വൈഷ്ണവ ദിവ്യരൂപം. പ്രാസൂത, ഒടുവിൽ കാലമെത്തിയപ്പോൾ ആ അദിതി ദേവി പ്രസവിച്ചു. ആ കുഞ്ഞിനാകട്ടെ പ്രകട വൈഷ്ണവ ദിവ്യരൂപം, ദിവ്യമായിട്ടുള്ള ഒരു വൈഷ്ണവ രൂപം അല്ലെങ്കിൽ വൈഷ്ണവമായിട്ടുള്ള എല്ലാ അടയാളങ്ങളോടും കൂടിയ ഒരു ഉണ്ണിയാണ് ആ അദിതി ദേവിക്ക് പുത്രനായിട്ട് വന്നത്. അങ്ങനെ പ്രകട വൈഷ്ണവ ദിവ്യരൂപം, വളരെ പ്രകടമായിരുന്നു ആ ഉണ്ണിയിൽ
ആ വൈഷ്ണവ തേജസ്, ഭഗവാന്റെ ആ ഒരു ദിവ്യമായിട്ടുള്ള എല്ലാ അടയാളങ്ങളും ഉള്ള ഒരു പ്രകടമായിരുന്ന ഒരു ഉണ്ണിയായിരുന്നു അദിതി ദേവി പ്രസവിച്ചത്. എന്നാ സാ ദ്വാദശി ശ്രവണ പുണ്യദിനെ ഭവന്തം എന്നാണ് പ്രസവിച്ചതെന്ന് ചോദിച്ചാൽ സാ, ഇവിടെ ദീർഘമുണ്ട്, സാ എന്ന് വന്നതുകൊണ്ട് അവൾ അഥവാ ആ അദിതി ദേവി ദ്വാദശി ശ്രവണ പുണ്യദിനെ, ദ്വാദശി തിഥിയിൽ ശ്രവണ പുണ്യദിനെ, ശ്രാവണമാസത്തിലെ അഥവാ ചിങ്ങമാസത്തിലെ ആ പുണ്യദിനത്തിൽ, തിരുവോണ ദിനത്തിൽ, തിരുവോണം നക്ഷത്രവുമായിട്ട് ശ്രവണദ്വാദശിയാകുന്ന ആ പുണ്യദിനത്തിൽ ഭഗവാൻ അദിതി ദേവിയുടെ പുത്രനായിട്ട് ഭവന്തം അവതരിച്ചുവല്ലോ, ഉണ്ണിയായി പിറന്നുവല്ലോ ഭഗവാനെ. അവിടുന്ന് പരബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന ആ ഭഗവാൻ അദിതി ദേവിക്ക് ഉണ്ണിയായി പിറന്നപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ വൈഷ്ണവ ചിഹ്നങ്ങളെല്ലാം സ്പഷ്ടമാകും വിധത്തിൽ ജനിച്ചത് എന്ന് ചോദിച്ചാൽ, അത് താൻ ആരാണെന്ന് ഇനിയുള്ള തൻ്റെ ഈ ലീലയിലൂടെ ലോകം മുഴുവൻ അറിയുവാൻ പോവുകയാണ്. എന്നിട്ടും നമ്മൾ പറയില്ലേ, കണ്ടാലും അറിയാത്തവൻ കൊണ്ടാലേ അറിയൂ എന്ന് പറയില്ലേ, എന്ന് പറയുന്ന പോലെ അത് കണ്ടിട്ടും തിരിച്ചറിയാതെ പോകുന്ന ഭഗവാൻ ആരാണ് എന്ന്, അല്ലെങ്കിൽ ഈ ഉണ്ണി ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന മൂഢാത്മാക്കളുടെ കഥയാണ് ഇനി നമ്മൾ കാണുവാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ എടുത്തു പറഞ്ഞു, എല്ലാ വൈഷ്ണവ ചിഹ്നങ്ങളും പ്രകടമായി കണ്ടിരുന്നു ആ ഉണ്ണിയിൽ. അങ്ങനെയൊരു ഉണ്ണി ആ ശ്രാവണ ദ്വാദശി നാളിൽ ഭഗവാനെ അവിടെ ആ പുണ്യദിനത്തിൽ ഭൂജാതനായിയല്ലോ എന്ന് പറയുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇവിടെ വാമനാവതാരമാണ്, ഭഗവാൻ ദാ അവതരിച്ചിരിക്കുകയാണ് വാമനായിട്ട്. നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ത്വം കാശ്യപേ തപസി സന്നിദധത്തദാനീം പ്രാപ്തോസി ഗർഭമദിതേ പ്രണുതോ വിധാത്ര പ്രാസൂതച പ്രകടവൈഷ്ണവ ദിവ്യരൂപം സാ ദ്വാദശി ശ്രവണ പുണ്യദിനേ ഭവന്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സന്നിദധത്തദാനീം, അവിടെ സന്നിദധത തദാനീമാണ്. അതുകൊണ്ടാണ് രണ്ട് താ വരുന്നിടത്ത് അവിടെ കൂട്ടക്ഷരമാകുന്നത്, തദാനീം പറയുന്നിടത്ത് അവിടെ അത് ശ്രദ്ധിച്ച് വായിക്കുക. അക്ഷരങ്ങൾ ദ ഥ ത ആണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ വരിയിലേക്ക് വരുമ്പോൾ പ്രാപ്തോസി ഗർഭമദിതേ പ്രണുതോ വിധാത്ര, പ്രാപ്തോസി അവിടെ ഒകാരം നീട്ടിയെടുക്കുക. അതുപോലെ ഗർഭമദിതേ മായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക. ഗർഭം അതിഥേയാണ്, വിസർഗമുണ്ട്, പകുതി അകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് പ്രകട വൈഷ്ണവ ദിവ്യരൂപം. പലപ്പോഴും നമ്മളൊക്കെ എസ് പോലെയുള്ള ഡ എഴുതുമ്പോൾ ഒരു ഡ അല്ല ഡംഭം എന്നുള്ളതിൻ്റെ ഒരു ഡായാണ് പലപ്പോഴും വരിക. അവിടെ ആചാര്യന്മാർ പറയാറുണ്ട് അത് ട എന്ന് വേണം വായിക്കാൻ. പ്രകട വൈഷ്ണവ ദിവ്യരൂപം, അത് ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ അടുത്തത് ദ്വാദശി ശ്രവണ പുണ്യദിനെ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അവിടെ ഒരു സർവത്ര, ഭഗവാന്റെ വാമനാവതാരമായതുകൊണ്ട് സർവത്രയുണ്ട്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. ഇനി അടുത്തത് 5-ാമത്തെ ശ്ലോകമാണ്. നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.